ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ട് നല്ലൊരു ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് 5 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണേ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്, ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാനൊരു മീൻ വറുത്തത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോ അയലമീനാണ് എടുത്തിരിക്കുന്നത്. അയലമീനിൻ്റെ 2 വശവും നല്ലതുപോലെ അടുപ്പിച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വരയുടെ ഉള്ളിലേക്കൊക്കെ ആകുന്ന രീതിയിൽ മസാല ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. 2 ഭാഗവും ആ ഒരു അകത്തൊക്കെ നല്ലോണം മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാലൻസ് ഇരിക്കുന്നതിൽ മസാല തേച്ചെടുക്കുക. ഇനി ഈ മീൻ ഞാനൊരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, ഇതേപോലെ പുറത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു ഭാഗം കുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി മറുഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു മീൻ വറുത്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.